ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ കസ്റ്റാർഡ് റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാക്കറ്റ് പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാല് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം ഇളക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കാം. ഇത്തിരി പാല് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായി, കാരണം നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് മിക്സ് ചെയ്യണം. കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റായിട്ട് പാലിലിട്ടാൽ അത് ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ പാലിവിടെ തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്തതിന് ശേഷം നമ്മൾ കൈ വിടാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കസ്റ്റാർഡ് ചേർത്ത് നമ്മൾ കട്ട പിടിക്കാതെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 5 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാലിവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ പറ്റും. കസ്റ്റാർഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ഫ്രൂട്ട്സ് ആവശ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ആപ്പിൾ എടുത്തിട്ടുണ്ട്, പപ്പായ എടുത്തിട്ടുണ്ട്, ബനാന എടുത്തിട്ടുണ്ട്, മാംഗോ എടുത്തിട്ടുണ്ട്, ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, മാതളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി കാഷ്യൂനട്ടും ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. ഞാൻ ഇത്രമാണ് എടുത്തിരിക്കുന്നത്. കസ്റ്റാർഡ് നല്ല രീതിയിൽ തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഓരോ ഫ്രൂട്ട്സായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് പപ്പായയാണ്, ആപ്പിൾ, ബനാന, മാംഗോ, ഗ്രേപ്സ്, മാതളം, അവസാനമായി കുറച്ച് കാഷ്യൂവും കൂടി ചേർത്ത് കൊടുക്കാം. ഇട്ടേക്കണ ഫ്രൂട്ട്സ് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.